ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫിഷിന്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണ്. പല്ലവി ഈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നെത്തോലി വെച്ചിട്ടുള്ള ഒരു ഡിഷാണ്, നെത്തോലി തോരൻ. ഇതാണെങ്കിൽ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു മീനുമാണ്. അതുപോലെ നെത്തോലി കറിയിന്നും നെത്തോലി ഫ്രൈയിന്നും വ്യത്യാസമായിട്ടുള്ള ഒരു റെസിപ്പിയുമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് നെത്തോലിയാണ്. ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുവാണ്. അടുത്ത് വേണ്ടത് ഒരു 10-20 ചെറിയ ഉള്ളി. അടുത്ത് വേണ്ടത് തേങ്ങയാണ്. ഇനി അടുത്ത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന് പുളി വേണം. അടുത്ത് കറി ലീവ്സ്. ഇനി വേണ്ടത് വെളിച്ചെണ്ണ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് പൊടികളാണേ. അപ്പൊ ആദ്യം വേണ്ടത് ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ജീരകം, കടുക് വറക്കാനുള്ള കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് നെത്തോലി തോരൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ഓഫ്, അങ്ങനെ 1-2 പ്രാവശ്യം മാക്സിമം, കൂടുതലാക്കരുത്, എന്നാൽ അതങ്ങ് അരഞ്ഞു പോകും. അങ്ങനെ ആക്കി എടുക്കാം. ഇതേ പരുവത്തിന് കിട്ടണം. അത് കഴിഞ്ഞ് അടുത്ത് നമുക്ക് ഈ തോരന്റെ കൂട്ട് റെഡിയാക്കാം. അതിന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, 1/2 സ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാൻ. സാധാ തോരന് നമ്മൾ അരക്കൂലേ, അതേപോലെ തീരെ അങ്ങ് അരഞ്ഞു പോരുത്, അതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. തോരൻ ഉണ്ടാക്കേണ്ട പാത്രം ആദ്യം അടുപ്പത്ത് വെക്കാം. ഞാൻ ഇവിടെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് ഏതാണ്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ ഇതിന് ഉപയോഗിക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ഈ തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്നില്ലേ ഉള്ളി, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് ഇളക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഇട്ട് അങ്ങ് നന്നായിട്ട് വഴറ്റി വരണ്ട, ഒരു പകുതി വഴറ്റി, അതൊരു ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ആകുമ്പം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നെത്തോലിയും കൂടെ ഇതിലേക്കിടാം. ഇട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തില് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിയും കൂടെ ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വേവിക്കാം. അടച്ച് വേവിക്കാന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാര്യം പൊതുവേ മീനിനധികം വേവില്ല. അതിൽ കൂടെ നെത്തോലി മീനും കൂടെ ആകുമ്പോൾ അതിലൊട്ടും വേവില്ല. 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. അപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ അടപ്പൊന്നെടുത്ത് നോക്കാം. ഏതാണ്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടപ്പൊന്നെടുത്ത് നോക്കാമേ. കണ്ടിട്ട് നെത്തോലി മീൻ ഏതാണ്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ഇതിന് മുകളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊത്തി വെക്കാം. പൊത്തി വെക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചത് മീനിന്റെ മുകളിൽ കൂട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കിതിനെ വെള്ളം വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പം ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വെന്ത് കഴിഞ്ഞ മീനാണ്, അതായത് നെത്തോലി മീന് പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ ഫോർക്ക് യൂസ് ചെയ്യാം, അല്ല നിങ്ങൾ തവിയാണ് ഉപയോഗിക്കണമെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ ഇതിനെ ഇളക്കണം. അല്ലാതെ തവി ഇട്ട് ഇങ്ങനെ നമ്മൾ സാധാ ഇളക്കും പോലെ ഇളക്കരുത്. എന്നാൽ ഇത് കംപ്ലീറ്റ് പൊടിഞ്ഞ് നമുക്ക് അതിൽ ഒരു കഷ്ണം പോലും കിട്ടൂല. അപ്പൊ അങ്ങനെ നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ ചട്ടിയിലാണ് വച്ചിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വറ്റും. നിങ്ങൾ വേറെ ഏത് പാത്രത്തിലാണ് വയ്ക്കണേന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം എൻ്റെ വെള്ളം വറ്റിക്കാൻ. ചട്ടിയിൽ ഇപ്പം വെള്ളം കുറച്ചുണ്ടായിരുന്നാല് 2 മിനിറ്റ് കഴിയുമ്പോൾ ആ വെള്ളം കംപ്ലീറ്റ് വറ്റിപ്പോവും. അപ്പൊ അങ്ങനെ നമ്മുടെ തോരൻ നന്നായിട്ടായി കഴിഞ്ഞു, വറ്റി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഗാർണിഷ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതൊന്ന് ചൂടാവുമ്പം അതിലേക്ക് ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ കടുക് ഇടുവാണ്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ 2 വറ്റൽമുളക് പിച്ചിടുന്നുണ്ട്. കൂടെ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുവാണ്. ഞാൻ 1 ടീസ്പൂൺ അല്ല, കുറച്ചും കൂടെ ഇടും. എനിക്ക് ആ ഉഴുന്നുപരിപ്പിന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ, നിങ്ങൾ അത്ര ഇടേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് എല്ലാം ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ലേ നെത്തോലി തോരൻ, അതിലേക്ക് ഇടണം. ചെറുതായിട്ടൊന്ന് ഇളക്കണം. ഇളക്കുമ്പോൾ ഞാൻ പിന്നെയും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇളക്കുമ്പോൾ സൂക്ഷിക്കണം. നെത്തോലി മീനാണ്, പെട്ടെന്ന് ഉടഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ തോരനായി കഴിഞ്ഞു.
ഇത് മാക്സിമം ഒരു 15 മിനിറ്റ്, മീന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ തോരൻ റെഡിയായി കിട്ടും. നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. കാര്യം നല്ലൊരു വെറൈറ്റി ഡിഷാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്